നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലുള്ളത് റെഡ്മിൻ്റെ ഒരു 13C എന്ന് പറയുന്ന ഒരു മോഡലാണ്. 13C 5G എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് റേറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ റേറ്റിൽ ഫോണുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ, ടിക്ടോക്കിലും മറ്റൊക്കെ സെയിൽ നടക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കുന്നവരുടെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണും അതുപോലെ തന്നെ മറ്റ് സാധാരണ മാർക്കറ്റ് റേറ്റിനെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ വിചാരിക്കും ലാഭത്തിലെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്താലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചത്. എൻ്റെ കയ്യിൽ നിന്നുള്ളത് ഒരു റെഡ്മിൻ്റെ 13C ആണ്. 13C 5G ആണ്. അപ്പോൾ ഇതിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിഫറൻസ് തോന്നില്ല. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പോൾ നോർമലായിട്ട് ഇതിൻ്റെ ഒരു ക്യാമറ അവിടെ ഡെമ്മിയാണ്. ബാക്കി രണ്ട് ക്യാമറ നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് ക്യാമറ. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ചൈനയുടെ റീഫ്രഷ് ചെയ്ത സീല് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബോർഡ്, മദർ ബോർഡ്, അതായത് വളരെ ക്വാളിറ്റി കുറഞ്ഞ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. മറ്റ് നോർമൽ മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഓൾറെഡി CPU കാര്യങ്ങളൊക്കെ റീബോൾ ചെയ്ത് വരുന്ന സെറ്റാണ്. ഇപ്പോൾ ഓൾറെഡി ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മദർ ബോർഡ് തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ കമ്പോണൻസും കാര്യങ്ങളൊന്നും ഇത് വേഗം കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പീസായി ഇങ്ങനെ ഈ കംപ്ലയിൻറ്റ്, അതായത് ഇതുപോലുള്ള ഫോണുകൾ ഓഫറിൽ ആ ഫോണുകൾ എടുത്ത് റീഫ്രഷ് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലുള്ള വിഷയം, അതായത് പെട്ടെന്ന് ഡെഡാവുക. ഇപ്പോൾ ഇത് ഡെഡാണ്, ഇപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് CPU ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി റീബോളൊക്കെ ചെയ്ത്, അതായത് ചില സെറ്റ് കാണാം. അപ്പോൾ ഇതിൽ വീണ്ടും കമ്പോണൻസ് ഒക്കെ ഒരു വൃത്തിയുണ്ട്. ചില ഫുള്ള് ലോക്കൽ കമ്പോണൻസ് ആണ് കൂടുതലും വരാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റ് ഓഫറിൽ കിട്ടുമ്പോൾ അത് നമുക്ക് ലാഭം എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എടുക്കുമ്പോൾ അതായത് വിശ്വാസമുള്ള ആൾക്കാരിൽ ഫോണുകൾ എടുക്കുക. അപ്പോൾ ഓഫർ അതിൽ നിന്നൊക്കെ പറഞ്ഞ് ഓടിക്കയറി ചെറിയ റേറ്റിന് എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വേറൊരു ഷോപ്പിൽ അന്വേഷിച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ അന്വേഷിച്ചാൽ വളരെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നുമല്ലോ. പക്ഷേ അകത്താണ് ഇതിൻ്റെ വിഷയങ്ങൾ. ഇതുപോലുള്ള ക്യാമറ ഒക്കെ കണ്ടില്ല ഞങ്ങൾ വെറുതെ വെച്ച പോലെ, അതായത് ജസ്റ്റ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നോ പ്രോബ്ലം. പക്ഷേ ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഫോൺ എടുക്കുമ്പോൾ, ഓഫറിൽ ഫോൺ എടുക്കുമ്പോഴുള്ള വിഷയങ്ങൾ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്. ഞാൻ മർസൂഖ്.